നേതൃത്വം മാറാതെ പാർട്ടിയിലെ തിരുത്തൽ പൂർണ്ണമാകും എന്ന് അണികൾ വിശ്വസിക്കുന്നുണ്ട്. കീഴ്ഘടകങ്ങളെ കുറ്റക്കാരാക്കി നേതാക്കൾക്ക് തലയൂരാനാകുമോ? ഇന്ന് തളിപ്പറമ്പ് MLA ശ്രീ TK ഗോവിന്ദൻ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അതിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതിനെക്കുറിച്ച് പറഞ്ഞത് കേൾക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാ സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ലോ. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഒരാൾ എന്നോട് പറഞ്ഞത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് പിണറായി വിജയനാണ് എന്നാണ്. അത് അമ്പേ പരാജയമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനുള്ള മറുപടിയായിരുന്നു. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ മനുഷ്യനോ TK ഗോവിന്ദൻ MLA ചോദിച്ചത് ശരിയാണ്. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം പറന്നു വരില്ലല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് ഒരു സന്ദേശം ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് അതവിടെ വായിച്ചത്? അതിന് ഉത്തരവാദി ആരാണ്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജാണ്. ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. CPMന്റെ ഈ തെറ്റുതിരുത്തൽ തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ ഒക്കെ സംബന്ധിച്ച എല്ലാ റിപ്പോർട്ടിലും ഇല്ലാത്ത ഒരു കാര്യം അതാണ്, ഉത്തരവാദി ആര്? തീർച്ചയായിട്ടും MV ഗോവിന്ദൻ മാഷായിട്ടും അവർക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇവരുടെയൊക്കെ കൂടി കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്നിപ്പോൾ UDF അധികാരത്തിൽ നിന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഈ രണ്ട് സഹാക്കൾ TK ഗോവിന്ദൻ MLAയും ശ്രീ കുഞ്ഞികൃഷ്ണൻ MLAയും നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടാൽ ജനങ്ങളെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ രണ്ടും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്ന മുതിർന്ന നേതാക്കളാണ്. കേരളത്തിൽ കുറേയൊക്കെ ഈ രണ്ട് സഹാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തന്നെ അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഈ മുഗൾ കമ്മിറ്റി ഇതിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ പ്രകടമാണ്. അവർ പറഞ്ഞത് സത്യമല്ലേ? പിന്നെ അവർക്ക് അവിടെ തുടരാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. അതാണ് കുഞ്ഞികൃഷ്ണൻ സാഹു ഇന്ന് ചോദിച്ചത്. നിങ്ങൾ മുകളിൽ നിന്ന് കെട്ടിപ്പടുത്ത ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് എവിടെ? ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പോയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് TK ഗോവിന്ദനും ചോദിച്ചത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഈ തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും അതിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇപ്പോൾ അത് തെറ്റാണ് എന്ന് താഴേന്ന് വിലയിരുത്തൽ വന്നു. അതെങ്കിലും സമ്മതിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന കാര്യം എന്താണ്? അതിൻ്റെ മുഴുവൻ പാപഭാരവും ഈ ജില്ലാ കമ്മിറ്റിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്, രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി. അത് അവിടെയാണ് ഈ കാപട്യം മുഴുവൻ നിൽക്കുന്നത്. എന്തൊരു ഈ പുറത്തു എന്ന് പറയുന്നത് എന്തൊരു കാപട്യമാണെന്ന് നോക്കൂ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിൽ ഇന്ന് ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? അദ്ദേഹം വെറുതെ ഒരു കത്തിഞ്ഞോട്ട് അയച്ചതാണോ? അദ്ദേഹത്തെ ക്ഷണിച്ചതാരാണ്? സംസ്ഥാന ഗവൺമെൻറ് ക്ഷണിച്ചിട്ട് അവിടേക്ക് അയച്ച് വന്നൊരു കത്ത് ഒരു വലിയ വിഷയമായി അവതരിപ്പിച്ച് അവിടെ ആ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ച ശേഷം പിണറായി വിജയനെതിരെയും അവർ രണ്ടുപേരും ഇത്ര ശക്തമായി ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാപട്യമാണ് അവരെ തുറന്നു കാട്ടുന്നത്.
ഇല്ല അറിയാം ജീർണിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. ഇത് പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയുകയും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ പോലെ ഈ നേതൃത്വത്തെ അണികൾ തിരുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇവരിങ്ങനെ മുകളിൽ നിന്ന് പഴുപ്പ് താഴോട്ടിറങ്ങാൻ വേണ്ടി അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഹസ്കർ, ഇവർക്ക് വല്ലതും തിരിഞ്ഞിട്ടുണ്ടോ, അതോ നേരത്തെ ശ്രീ ജോസഫ് രാജേഷും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബലിയാടുകളെ കണ്ടെത്തുകയാണ്, നേതാക്കൾ രക്ഷാപ്രവർത്തനത്തിലാണോ? വരെ എന്നെ പോലുള്ള ആളുകൾ, ഞാനൊക്കെ പാർട്ടി വിട്ട് പുറത്തു പോയതിനു ശേഷം ഒരുപക്ഷെ ഏറ്റവും സന്തോഷിച്ച ദിവസം കൂടിയാണ് ഇന്നലെ. അന്നേ ദിവസം കൊല്ലത്ത് ചേർന്ന പല പാർട്ടി ഘടകങ്ങളിലും എനിക്കെതിരെ എടുത്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്തതായി പിന്നീട് അറിയാൻ കഴിഞ്ഞു. വിലയിരുത്തിയതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം പാർട്ടി ഒരു കാര്യത്തിൽ ഞാനാണ് ഒരുപക്ഷെ പാർട്ടിയിലെ ഒരു പൊതുമണ്ഡലത്തിൽ ആദ്യമായി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങളാണെന്ന് പരസ്യമായി പറയാനുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പുറത്തു വന്നത്. അപ്പോൾ എന്നെ അതിനെ തുടർന്നാണ് പാർട്ടി വിശദീകരണം ചോദിക്കുകയും തുടർന്ന് നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനും സഖാവ് ടി കെ ഗോവിന്ദനും അടക്കം ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് പാർട്ടി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കേരളത്തിൽ ലോകത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയത് കേരളത്തിലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുമാണെന്ന് നാളെ PSC വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നതിലെ ഉത്തരവാദിത്വം ഗോവിന്ദൻ മാഷിനും അതുപോലെ തന്നെ വളരെ കൃത്യമായി പിണറായി വിജയനും ഉണ്ട് എന്നതുകൂടിയാണ്. കാരണം അവർ സ്വയം തെറ്റേറ്റു പറയുന്നതിന് ഇതുവരെ സജ്ജമായിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങൾക്കല്ല തെറ്റുപറ്റിയത് താഴെ തട്ടിലുള്ള പാവപ്പെട്ട പാർട്ടി സഖാക്കൾക്കാണ് എന്ന വിമർശനമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ വന്നു പോയിട്ടുള്ള ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നിനക്ക് കുറച്ചേലും നാണം ഉണ്ടല്ലേ എങ്ങനെ കഷ്ടപ്പെടുത്തല് എന്നത് പാവപ്പെട്ട പാർട്ടി സഖാക്കൾ താഴെ തട്ടിലുള്ള ബ്രാഞ്ചിലും അതിന് താഴെ പാർട്ടി അണികൾ ഈ പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിക്കൊപ്പം ചേർന്നു നടക്കുന്ന വെള്ളം കോരികളും വിറകുവെട്ടികളുമായിട്ടുള്ള പാവപ്പെട്ട പാർട്ടി സഖാക്കളാണ് തെറ്റുപറ്റിയത് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നതെങ്കിൽ ഈ പാർട്ടി നന്നാവുന്നതിനുള്ള ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. ഈ പാർട്ടി ഈ നന്നാവണമായിരുന്നു എങ്കിൽ വളരെ കൃത്യമായി പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്നെങ്കിലും സഖാവ് പിണറായി വിജയൻ സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ആർജവം കാണിക്കേണ്ടിയിരുന്നു. അദ്ദേഹം നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് എന്ത് കൽപ്പിച്ച നമുക്ക് കരുതാൻ. കാരണം ഇത് നന്നാവുക എന്ന ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാർട്ടിക്ക് നന്നാവണമെന്ന് വരുന്നെങ്കിൽ സഖാവ് പിണറായി വിജയനെയും മാറ്റി നിർത്തി ഗോവിന്ദൻ മാഷ് വളരെ നിഷ്കളങ്കനായ മനുഷ്യനായിട്ടാണ് ഞാൻ പലപ്പോഴും അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴുമ്പോ സ്വയം തോൽവിയുടെ പാപഭാരമെങ്കിലും അല്പം കൂടി പുറത്തു വരാനുണ്ടെന്ന് തോന്നുന്നു. ഈ നേതാക്കൾ